മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് മുട്ട കൊണ്ടൊരു പായസം ഉണ്ടാക്കാം. ആദ്യം അതിൻ്റെ മുട്ട പൊട്ടിച്ചെടുക്കുക. ഇതാ മുട്ട, നമുക്കതൊന്ന് അടിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ശോശാമ്മ കിച്ചൺ ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ. എന്നിട്ട് നമുക്ക് അതിനകത്തൊരു ഇച്ചിരി ജീരകവും ഏലക്കായും കൂടെ പൊടിച്ചത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അപ്പോഴത്തേക്ക് പാല് തിളപ്പിച്ചെടുക്കുക. നല്ല ചൂട് വേണം കേട്ടോ. അടുപ്പിൽ നിന്ന് വാങ്ങുന്ന പാടെ ഒഴിക്കണം. വേറെ സാധനങ്ങളൊന്നുമില്ല കേട്ടോ. ഈ 2-3 സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പഞ്ചസാര വേണ്ടിയവർക്കാണെങ്കിൽ പഞ്ചസാര ഇടാം. പായസത്തിന് മധുരം വേണമല്ലോ, നമുക്കൊരു സ്പൂൺ പഞ്ചസാര ഇടാം. എന്നിട്ട് നമുക്ക് ആ പാല് തിളച്ചത് ആ മുട്ടയ്ക്കകത്തേക്ക് ഒഴിച്ച് കൊടുക്കുക. ബിസ്ക്കറ്റ് വേണമെങ്കിൽ ഒരു ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുക. നമുക്കതെല്ലാം കൂടെ ബിസ്ക്കറ്റ് ഇടണമെന്നില്ല, വേണ്ടിയവർക്ക് ഇട്ടാൽ മതി. പായസം റെഡിയായി, മുട്ടപ്പായസം. പിന്നെ തേങ്ങാക്കൊത്തോ മുന്തിരിയോ എന്തെങ്കിലും വേണ്ടിയവർക്ക് അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അണ്ടിപ്പരിപ്പോ ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ. കണ്ടോ, പായസം നല്ല സൂപ്പർ പായസമായി. കണ്ടോ, മുട്ട കൊണ്ട് പായസം ഉണ്ടാക്കിയത്. മുട്ടപ്പായസം നമുക്കൊന്ന് കുടിച്ച് നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ. ബിസ്ക്കറ്റ് ഇടണ്ടായിരുന്നു, ബിസ്ക്കറ്റ് ഇട്ടില്ലെങ്കിലും നല്ല കൊഴുപ്പ് വരും. കണ്ടോ, ഞാൻ ഒരു ബിസ്ക്കറ്റ് ഇട്ടുള്ളൂ, അതങ്ങനെ മുകളിൽ അങ്ങനെ തന്നെ കിടപ്പുണ്ട്. എൻ്റെ ചാനൽ മറന്നു പോകണ്ട, ശോശാമ്മ കിച്ചൺ ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഉണ്ടാക്കി നോക്കുക. ഒരു ദിവസം നിങ്ങൾ ഉണ്ടാക്കിയാൽ പിന്നെയും നിങ്ങൾ ഉണ്ടാക്കി. അത്രയ്ക്ക് രുചിയാണ്. മുട്ടയും പാലും കൂടെ ചേർന്ന്, നല്ല തിളച്ച പാല് വേണം കേട്ടോ. കുടിച്ചു നോക്കാം, അങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ. ഹായ്, നല്ല സൂപ്പർ എന്ന് പറഞ്ഞാലും പോരാ, നല്ല സൂപ്പർ പായസം. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. മുട്ട തിന്നാത്ത മക്കളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി തിന്നാം, അവർക്ക് കൊടുക്കാം. അവരറിയാണ്ട് അവർ കുടിക്കും. അപ്പോൾ മുട്ടയും ഉള്ളിൽ ചെല്ലും. ചിലർ മുട്ട കഴിക്കത്തില്ല, ഭയങ്കര പിള്ളേരൊക്കെ അതിൻ്റെ വെള്ളക്കരു തിന്നില്ല, വെള്ളക്കരു മാത്രമേ തിന്നത്തുള്ളൂ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ശോശാമ്മ കിച്ചൺ മുട്ടപ്പായസം.